നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി? തലച്ചോറ്, അസ്ഥി, കരൾ, വൃക്ക. ഓസ്റ്റിയോളജി എന്നത് അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ്. എവിടെയാണ് മലബാർ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി, കുന്നമംഗലം, വാളയാർ, ഹരിപ്പാട്. മലബാർ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാറിലാണ്. മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ പഥത്തിൻ്റെ നീളം എത്രയാണ്? 15 അടി, 35 അടി, 10 അടി, 30 അടി. 30 അടിയാണ് ശരിയായ ഉത്തരം. പട്ടിണി ജാഥയിൽ എത്ര അനുയായികളാണ് പങ്കെടുത്തത്? 32, 35, 144, 5001. പട്ടിണി ജാഥയിൽ 32 അനുയായികളാണ് പങ്കെടുത്തത്. ജിൽജിത്ത് എന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര, യമുന. സിന്ധു നദിയുടെ പോഷക നദിയാണ് ജിൽജിത്ത്. ചൂലന്നൂർ പക്ഷി സങ്കേതത്തിൽ ഏത് പക്ഷിയാണ് സംരക്ഷിക്കുന്നത്? ഒട്ടകപ്പക്ഷി, കുയിൽ, പരുന്ത്, മയിൽ. മയിലിനെയാണ് സംരക്ഷിക്കുന്നത്. ഹൈപ്പർ മൈട്രോഫിയ എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്, ഹൃദയം, നാവ്, തലച്ചോറ്. ഹൈപ്പർ മെട്രോഫിയ ബാധിക്കുന്നത് കണ്ണിനെയാണ്. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്, ഹരിയാന, ഗുജറാത്ത്, ബീഹാർ. മധ്യപ്രദേശാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏതായിരുന്നു? വാളയാർ, പെരുമ്പാവൂർ, ചാലക്കുടി, വയലാർ. ആദ്യത്തെ കയർ ഗ്രാമം വയലാറിലായിരുന്നു. ആരാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത്? നരേന്ദ്രമോദി, അമിത് ഷാ, മൻമോഹൻ സിംഗ്, ജവഹർലാൽ നെഹ്റു. അമിത് ഷാ ആയിരുന്നു. അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് മേഘങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, ടോപ്പോസ്ഫിയർ. ഇവയൊന്നുമല്ല. മേഘങ്ങൾ കാണുന്നത് ടോപ്പോസ്ഫിയറിലാണ്. ഏതു വർഷമാണ് ജനഗണമന ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത്? 1950, 1955, 1960, 1963. 1950കളിലാണ്. എല്ലാവിധ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകം ഏത്? ഓക്സിജൻ, സൾഫർ, ഹീലിയം, ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ശരിയായ ഉത്തരം. പട്ടുനൂൽ വ്യവസായം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സംസ്ഥാനം? തമിഴ്നാട്, മധ്യപ്രദേശ്, കർണാടക, ഗുജറാത്ത്. പട്ടുനൂൽ വ്യവസായം ഏറ്റവും കൂടുതൽ കർണാടകയിലാണ്. ഏത് സംസ്ഥാനത്താണ് ദുർഗ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ, ഡൽഹി, ഹരിയാന, പശ്ചിമ ബംഗാൾ. ദുർഗ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഏതു മണ്ണിലാണ് കണ്ടൽ വനങ്ങൾ തഴച്ചു വളരുന്നത്? പീറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, പർവ്വത മണ്ണ്, ചുവന്ന മണ്ണ്. പീറ്റ് മണ്ണുകളിലാണ്. എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്? ഓഗസ്റ്റ് 19, ഓഗസ്റ്റ് 9, ഓഗസ്റ്റ് 25, ഓഗസ്റ്റ് 1. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു, ബാലാമണി, അരുണ ആസിഫ് അലി, മേഴ്സിക്കുട്ടി. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലിയാണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനാണ്. കേരളത്തിലെ ഏത് നദിക്കാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത്? പമ്പ, പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ. പെരിയാറിനാണ്. ജീവരേഖ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? പമ്പ, ഭാരതപ്പുഴ, പെരിയാർ, കുറ്റ്യാടിപ്പുഴ. അതും പെരിയാറാണ് ശരിയായ ഉത്തരം. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മീമാസ്? ശനി, ബുധൻ, യുറാനസ്, നെപ്റ്റ്യൂൺ. ശനിയുടെ ഉപഗ്രഹമാണ് മീമാസ്. എത്ര സെക്കൻഡുകൾ കൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നത്? 600 സെക്കൻഡ്, 1000 സെക്കൻഡ്, 10000 സെക്കൻഡ്, 500 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡുകൾ ആവശ്യമാണ്. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന കേരളത്തിലെ നദി? പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ, കുറ്റ്യാടിപ്പുഴ. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. മലയാളവും സംസ്കൃതവും ചേർന്ന ഭാഷ? ഉറുദു, കന്നഡ, മണിപ്രവാളം, തെലുങ്ക്. മലയാളവും സംസ്കൃതവും ചേർന്ന ഭാഷയാണ് മണിപ്രവാളം. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഗുജറാത്ത്, കർണാടക, ബീഹാർ, ആഗ്ര. ആഗ്രയാണ് ശരിയായ ഉത്തരം. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കബഡി, ബ്രിഡ്ജ്, ഹോക്കി, ഗുസ്തി. ഡമ്മി എന്ന പദം ഉപയോഗിക്കുന്നത് ബ്രിഡ്ജ് എന്ന കായിക വിനോദത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ഏത്? ഏരുവേശി, ചാലിയാർ, പാമ്പാക്കുട, ഹരിപ്പാട്. പാമ്പാക്കുടയാണ് ശരിയായ ഉത്തരം. കേരളത്തിൻ്റെ വൃന്ദാവനം എന്ന് വിശേഷിപ്പിക്കുന്നത്? മൂന്നാർ, ചെറുകുളത്തൂർ, മലമ്പുഴ, വാഗമൺ. വാഗമണ്ണാണ് ശരിയായ ഉത്തരം. കൊട്ടാരക്കരയിലെ ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആര്? കൃഷ്ണൻ, ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം നടക്കുന്ന കാലയളവ്? 8 ദിവസം, 12 ദിവസം, 23 ദിവസം, 18 ദിവസം. 8 ദിവസം വരെയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഗോദാവരി, യമുന, ഗംഗ, കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഭൂട്ടാൻ, സിക്കിം, ഗുജറാത്ത്, കേരളം. ഏറ്റവും ചെറിയ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഏറ്റവും ചെറിയ കരബന്ധിത രാജ്യം? വത്തിക്കാൻ, കാനഡ, റഷ്യ, മൊണാക്കോ. ഏറ്റവും ചെറിയ കരബന്ധിത രാജ്യമാണ് വത്തിക്കാൻ. ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം? തായ്വാൻ, പോളണ്ട്, വത്തിക്കാൻ, ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യമാണ് വത്തിക്കാൻ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം? 1915, 1920, 1928, 1930. ഗാന്ധിജി ആദ്യം കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്, കേരളം, മധ്യപ്രദേശ്,
ഗുജറാത്ത്. മൂന്നാം ലിംഗക്കാർ കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്. ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് പത്തനംതിട്ട, കൊൽക്കത്ത, ചണ്ഡീഗഡ്, ബാംഗ്ലൂർ. ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരിലാണ് നിലവിൽ വന്നത്. പ്രാചീന ബുദ്ധമതം നാരായണങ്ങൾ ഒന്നായ സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത് കേരളം, ബീഹാർ, മധ്യപ്രദേശ്, കർണാടക. മധ്യപ്രദേശാണ് ശരിയായ ഉത്തരം. ഇന്ദിരാസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര, നർമ്മദ, യമുന, കാവേരി. ഇന്ദിരാസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. ലക്ഷദ്വീപിന് എത്ര ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത്? 3 എണ്ണം, 2 എണ്ണം, 5 എണ്ണം, 1 എണ്ണം മാത്രം. 1 എണ്ണം മാത്രമാണുള്ളത്. ഡൽഹി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗ, നർമ്മദ, ഗോമതി, യമുന. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. ഏത് സംസ്ഥാനത്താണ് സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്? ത്രിപുര, രാജസ്ഥാൻ, ഹരിയാന, ഒഡീഷ. സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? കർണാടക, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം. പശ്ചിമ ബംഗാളാണ് ശരിയായ ഉത്തരം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ചെമ്പ്. കാൽസ്യമാണ് ശരിയായ ഉത്തരം. എന്നാണ് കേരളത്തിൽ വന നിയമം നിലവിൽ വന്നത്? 1955, 1963, 1970, 1961. വന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിള? ബാർലി, ചോളം, നെല്ല്, ഗോതമ്പ്. നെല്ലാണ് ശരിയായ ഉത്തരം. കുരുമുളക് കൃഷിയിൽ 1-ാം സ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം? കേരളം, കർണാടക, ഗുജറാത്ത്, ബീഹാർ. കുരുമുളക് കൃഷിയിൽ 1-ാം സ്ഥാനം കർണാടകയ്ക്കാണ്. അപ്പക്കൂട എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്, ബീഹാർ, കേരളം, ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ അപ്പക്കൂട പഞ്ചാബാണ്. ലൈംഗിക വേളയിൽ സ്ത്രീയെ വരുതിയിൽ കൊണ്ടുവരാൻ നാവിടേണ്ടത് എവിടെ? യോനി, മുല, നിതംബം, കഴുത്ത്. മുലയാണ് ശരിയായ. ഏറ്റവും വലിയ നദീദ്വീപ് ഏത്? മജൂലി, രാമേശ്വരം, നയാചർ, ലോഹാചര. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് മജൂലിയാണ്. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ, മിസോറാം, മണിപ്പൂർ, രാജസ്ഥാൻ. പശ്ചിമ ബംഗാളാണ് ശരിയായ ഉത്തരം. മലയാളം മിഷൻ ഇപ്പോഴത്തെ ഡയറക്ടർ ആര്? ബെന്യാമിൻ, മുരുകൻ കാട്ടാക്കട, അരുന്ധതി റോയി, അശോകൻ ചെരുവിൽ. മലയാളം മിഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം? മിനിക്കോയി, ഇന്ദിരാ പോയിന്റ്, പോർട്ട് ബ്ലെയർ. ഇവയൊന്നുമല്ല. പോർട്ട് ബ്ലെയർ ആണ് ശരിയായ ഉത്തരം. കെ ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് 2020-21, 2021-22, 2018-19, 2019-20. 2020-21 കാലഘട്ടത്തിലാണ്. പശ്ചിമഘട്ടം കടന്നുപോകാത്ത ജില്ല? പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ,
പത്തനംതിട്ട. പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ലയാണ് ആലപ്പുഴ. റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകൾക്ക് നൽകുന്ന പലിശ. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ. കയറ്റുമതിക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പലിശ. ഇറക്കുമതിക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പലിശ. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ. ജറവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം സിക്കിം, ലഡാക്ക്, തവാങ്, നോർത്ത് സെന്റിനറി ദ്വീപ്. നോർത്ത് സെന്റിനറി ദ്വീപാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി വെല്ലസി പ്രഭു, കഴ്സൺ പ്രഭു, മൗണ്ട് ബാറ്റൺ പ്രഭു, എൽജിൻ പ്രഭു. കഴ്സൺ പ്രഭു ആണ് ശരിയായ ഉത്തരം. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് പ്രിയ പുനിയ, സ്നേഹ തൽവർ, മേരി കോം, മിതാലി രാജ്. മിതാലി രാജ് ആണ് ശരിയായ ഉത്തരം. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് എൻ.സി. ചൗധരി, യശ്വന്ത് സിൻഹ, ഖുശ്വന്ത് സിംഗ്, ജസ്വന്ത് സിംഗ്. ജസ്വന്ത് സിംഗ് ആണ് ശരിയായ ഉത്തരം. ഗോൾഡൻ ക്വാഡ്രിലിൽ എന്നത് ദേശീയ ത്രിവർണ്ണ ഖനന പദ്ധതി, ദേശീയ പാതാ പദ്ധതി, ദേശീയ ഗോതമ്പ് കൃഷി വ്യാപന പദ്ധതി, ദേശീയ പവർ ഗ്രിഡ് പദ്ധതി. ദേശീയ പാതാ പദ്ധതി. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് എ.കെ. ഗോപാലൻ, അയ്യങ്കാളി, രാഘവൻ പിള്ള, കെ. കേളപ്പൻ. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് രാഘവൻ പിള്ളയായിരുന്നു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, അമേരിക്ക. ആഫ്രിക്കയാണ് ശരിയായ ഉത്തരം. കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗം ഏതാണ്? പുലി, സിംഹം, മാൻ, ചീറ്റ. കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗമാണ് ചീറ്റപ്പുലി. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? ഭൂമി, ശുക്രൻ, സൂര്യൻ, ബുധൻ. സൂര്യനാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഗ്രിഗറി അംബേദ്കർ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ആറ്റത്തിലെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആംസ്ട്രോങ്, ഫെർമി, വെബർ, ന്യൂട്ടൺ. ഫെർമിയാണ് ശരിയായ ഉത്തരം. ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? മീഥേൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, ലിഥിയം. ഹൈഡ്രജൻ ആണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? റാം, റോം, പ്രോം, ഇപ്രോം. റോം ആണ് ശരിയായ ഉത്തരം. ഒരു ബെൽ മണിബിൽ ആണോ എന്ന് പരിശോധിക്കുന്നത് ആര്? ഒരു ബെൽ ലോകസഭാ സ്പീക്കർ, വൈസ് പ്രസിഡന്റ്, സ്പീക്കർ, പ്രസിഡന്റ്, ആന്റോണി ജനറൽ. ലോക്സഭാ സ്പീക്കറാണ്. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിലും ഉൾപ്പെടുന്നില്ല. യൂണിയൻ ലിസ്റ്റ്. സൈക്കോ എന്ന തൂലികാ നാമം ആരുടെയാണ്? കെ. കേളപ്പൻ, കെ. പത്മനാഭൻ, വാസുദേവൻ നായർ, ഇ. മുഹമ്മദ്. ഇ. മുഹമ്മദിന്റെ ആയിരുന്നു. കബഡി ഏത് രാജ്യത്തിന്റെ ദേശീയ വിനോദമായി കണക്കാക്കപ്പെടുന്നു? അഫ്ഗാനിസ്ഥാൻ, അമേരിക്ക, ബംഗ്ലാദേശ്, ക്യൂബ. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മലപ്പുറം, പാലക്കാട്, ഇടുക്കി, എറണാകുളം. കവളപ്പാറ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിൽ എത്രാമത്തെ തെരഞ്ഞെടുപ്പാണ് 2019 നടന്നത്? 16, 17, 19, 21.
17ാമത്തെ തിരഞ്ഞെടുപ്പ്. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷ, ആസാം, ഹരിയാന, കേരളം. GST നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ആസാം. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ കോർട്ടിസോൾ, വാസോപ്രസിൻ, തയാമിൻ, ഇൻസുലിൻ. കോർട്ടിസോൾ ആണ് ശരിയായ ഉത്തരം. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഏത്? യൂറിയ, യൂറിക് ആസിഡ്, അമോണിയ, ജലം. യൂറിക് ആസിഡ് ആണ് ശരിയായ ഉത്തരം. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കാൾ ലിനയസ്, ജോൺ റേ, അരിസ്റ്റോട്ടിൽ, തിയോഫ്രാറ്റസ്. കാൾ ലിനയസ് ആണ് ശരിയായ ഉത്തരം. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം ഏത്? ആർക്കിമിഡീസ് നിയമം, ചാൾസ് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടൺ നിയമം. പാസ്കൽ നിയമമാണ്. 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആര്? മേഴ്സി, രവീന്ദ്രനാഥ്, കെ രാജു, ജലീൽ. കെ രാജു ആണ് ശരിയായ ഉത്തരം. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന്റെ പേര്? വിക്രം, കലാം, എക്സ്പ്ലോറർ, പ്യാഗൻ. വിക്രമാണ് ശരിയായ ഉത്തരം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി സ്ഥാപിതമായ സ്ഥാപനം? ലോകായുക്ത, ഓംബുഡ്സ്മാൻ, ലോക്പാൽ, വിജിലൻസ് കമ്മീഷൻ. ലോക്പാൽ ആണ് ശരിയായ ഉത്തരം. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം? 2010, 2009, 2011, 2012. പോക്സോ നിയമം നിലവിൽ വന്നത് 2012ലാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശം ഉള്ള ആദ്യ മലയാള കൃതി? ജാതിരക്ഷണം, ജാതിക്കുമ്മി, ഈശ്വര വിചാരം, ജാതിമാംസ. ജാതിക്കുമ്മിയാണ് ശരിയായ ഉത്തരം. അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവാര്? ആര്യഭട്ടൻ, വാൽമീകി, ചാണക്യൻ, ഗുപ്തൻ. ചാണക്യനാണ് ശരിയായ ഉത്തരം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? 1854, 1857, 1876, 1986. 1857ലാണ്. ഇന്ത്യയിലെ വിദേശ നയത്തിന്റെ പേര്? ചേരിചേരാ നയം, സോഷ്യലിസ്റ്റ് നയം, മുതലാളിത്ത നയം, തുറന്ന വാതിൽ നയം. ചേരിചേരാ നയമാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏത്? ഖനനം, ഗതാഗതം, കൃഷി, വ്യവസായം. കൃഷി വികസിപ്പിക്കാൻ ശ്രമിച്ചു. ഏറ്റവും ഉയർന്ന താപനിലയുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ചുവപ്പ്, മഞ്ഞ, നീല, വെള്ള. നീല നിറത്തിൽ കാണപ്പെടുന്നു. മനുഷ്യരുടെ ക്രോമോസോം സംഖ്യ എത്ര? 23, 46, 27, 64. മനുഷ്യരുടെ ക്രോമോസോം സംഖ്യ 46 ആണ്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്. ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. താഴെ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? എയ്ഡ്സ്, ചിക്കൻ പോക്സ്, കോളറ, ടൈഫോയിഡ്. കോളറ ഒരു വൈറസ് രോഗമല്ല. ലോക പ്രമേഹ ദിനം ആചരിക്കുന്നതെന്ന്? നവംബർ 1, നവംബർ 7, നവംബർ 14, നവംബർ 23.
ലോക പ്രമേഹ ദിനം നവംബർ 14-നാണ്. അടുത്തയിടെ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസം പെലെ, മുകേഷ് ടസൻ, മുഹമ്മദ് അലി, ഹാൻസി ക്വാന. മുഹമ്മദ് അലി ആയിരുന്നു. തെക്കേ ഇന്ത്യയിലെ കാണപ്പെടാത്ത ഭൂപ്രകൃതി ഏത്? മരുഭൂമി, തീരപ്രദേശം, കായൽ, പീഠഭൂമി. മരുഭൂമിയാണ്. ജീവിതകാലം മുഴുവൻ ഗർഭിണിയായിരിക്കുന്ന മൃഗം? കങ്കാരു, എലി, കുരങ്ങൻ, പാമ്പ്. ജീവിതകാലം മുഴുവൻ ഗർഭിണിയായിരിക്കുന്ന മൃഗമാണ് കങ്കാരു. ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത ജീവി? ജിറാഫ്, എലി, പന്നി, പാമ്പ്. ആകാശത്തേക്ക് നോക്കാൻ കഴിയാത്ത ജീവിയാണ് പന്നി. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരു രാജ്യം? നേപ്പാൾ, ശ്രീലങ്ക, ജപ്പാൻ, ചൈന. നേപ്പാളാണ് ശരി.